കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോട് വിദേശ പര്യടനത്തിനിടെ പ്രതികരിച്ച് ശശി തരൂർ MP. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് ആഗോള വേദികളിൽ വ്യക്തമാക്കുന്നതിനുള്ള പര്യടനത്തിലാണ് ശശി തരൂർ. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന് നേതൃത്വം നൽകുന്നത് തരൂരാണ്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതു മുതൽ BJP അനുകൂലി എന്ന പേരിൽ തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉയരുന്നത്. ഞങ്ങളുടെ MP-മാർ ചുറ്റിത്തിരിയുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജയറാം രമേശും വിമർശിച്ചിരുന്നു. ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. സഹപ്രവർത്തകരുമായി സംസാരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സന്ദേശം ആഗോള വേദികളിൽ എത്തിക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുയരുന്ന പരാമർശങ്ങളെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു തരൂർ. ഇപ്പോൾ തന്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിതെന്നും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ തീർച്ചയായും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമെന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പങ്കുവച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ വിമർശനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയില്ലെന്നാണ് കരുതുന്നതെന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയാൽ സഹപ്രവർത്തകരോടും വിമർശനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ പോകുന്ന രാജ്യങ്ങളിലും അവിടുത്തെ ജനങ്ങളിലേക്ക് ഇന്ത്യയുടെ സന്ദേശം എത്തിക്കാനുമാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ MP-മാർ ചുറ്റിത്തിരിയുകയാണെന്ന് കഴിഞ്ഞ മാസമാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ജയറാം രമേശ് പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളും കറങ്ങുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടെ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ പരാമർശങ്ങളെ ഭരണപക്ഷം അഭിനന്ദിച്ചിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയിലെ പല നേതാക്കൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആക്രമണങ്ങളുടെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുവെങ്കിലും പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതോടെ കോൺഗ്രസ് സ്വരം മാറ്റി. വെടിനിർത്തൽ കരാറിൽ ധാരണയായത് എന്തുകൊണ്ടാണെന്നും ഇതിൽ US-ന്റെ പങ്ക് എന്താണെന്നും കോൺഗ്രസ് ചോദിച്ചു. സർക്കാരിനുള്ള തരൂരിന്റെ പിന്തുണയും അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കാനുള്ള തീരുമാനവും ചില കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കി. തരൂരിന്റെ വീക്ഷണങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ പ്രതിഫലിക്കുന്നില്ലെന്ന് മുതിർന്ന പാർട്ടി അംഗം ജയറാം രമേശ് പറഞ്ഞു. കോൺഗ്രസ് നിർദ്ദേശിച്ച സർവകക്ഷി സംഘങ്ങളുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ സ്വന്തം നിലയ്ക്ക് പ്രതിനിധി സംഘത്തിലേക്ക് തരൂരിനെ തിരഞ്ഞെടുത്തത്. തരൂരിനെതിരെ ഈ കാര്യങ്ങളിലെല്ലാം വിയോജിപ്പ് മുറുകുന്നതിനിടയിലാണ് അദ്ദേഹം പനാമയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പരാമർശവും കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഇതോടെ BJP-യുടെ സൂപ്പർ വക്താവ് എന്നും കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ മുദ്രകുത്തി. ആദ്യമായി ഇന്ത്യ നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയത് 2016 സെപ്റ്റംബറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്താണെന്നും കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത് ചെയ്തിട്ടില്ലെന്നുമായിരുന്നു ശശി തരൂരിന്റെ പരാമർശം. എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഇത്തവണ നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തികളും ഭേദിച്ച് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയെന്നാണ് തരൂർ പനാമയിൽ പറഞ്ഞത്. ബാലാകോട്ടിലെ ഭീകര കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമിച്ച് തകർത്തതിനെ കുറിച്ചാണ് തരൂർ പറഞ്ഞത്. പാകിസ്ഥാന്റെ പഞ്ചാബി ഹൃദയഭൂമിയിൽ 9 ഭീകര താവളങ്ങൾ ഇന്ത്യ ആക്രമണത്തിൽ തകർത്തതായും തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മുൻ സർക്കാരുകളെ വില കുറച്ച് കാണിക്കുന്ന പരാമർശങ്ങൾ തരൂർ നടത്തുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു. മുൻകാലങ്ങളിലും ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ വാദിച്ചു. US-ഉം ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങളാണ് തരൂർ നയിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘം സന്ദർശിക്കുന്നത്. ബ്രസീൽ സന്ദർശനത്തിലാണ് ഇപ്പോൾ തരൂരും സംഘവും. ഇനി US-ലേക്ക് എത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാടറിയിക്കാൻ സർക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. മറ്റ് സംഘങ്ങൾ മടങ്ങിയെത്തി. തരൂരും സംഘവും യാത്ര തുടരുമെന്നാണ് വിവരം.